ഫോൺ അടിക്കട്ടെ. ചേട്ടാ ഫോൺ വിനായക ഫോൺ ഫോണൊന്ന് മാറ്റി കേട്ടോ. ചോദിച്ചാൽ ഇച്ചിരി ഫോൺ മാറ്റി ചേട്ടാ ഫോൺ ഉമ്മൻചാണ്ടി എന്ന ജനനായകൻ യാത്രയായിട്ട് 3 വർഷം ആൾക്കൂട്ടത്തെ ആഘോഷമാക്കിയ ഉമ്മൻചാണ്ടി അതേ ആൾക്കൂട്ടത്തെ കണ്ണീരണിയിച്ച് മടങ്ങി. 3 വർഷം മുൻപ് പുതുപ്പള്ളി ഹൗസിൽ നിന്ന് ദർബാർ ഹാളും ഇന്ദിരാഭവനും കടന്ന് ഉമ്മൻചാണ്ടി സാർ തിരുവനന്തപുരത്ത് നിന്നും പുതുപ്പള്ളിയിലേക്ക് മടങ്ങി. ജനലക്ഷങ്ങളുടെ സങ്കടക്കടൽ പിന്നിട്ട് ഞാനും സഹപ്രവർത്തകർക്കൊപ്പം അദ്ദേഹത്തെ അനുഗമിച്ചു. ഏത് പ്രസിദ്ധിയിലും ഉമ്മൻചാണ്ടി എന്നൊരാൾ ഫോണിന്റെ അല്ലെങ്കിൽ ഒരു നിവേദനത്തിന്റെ മറുതലക്കൽ ഉണ്ടെന്നത് ലോകത്ത് ആകമാനമുള്ള മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു. ഉമ്മൻചാണ്ടി ആവുക എന്നത് ആർക്കും സാധിക്കില്ല. പക്ഷേ സാധാരണക്കാരെ ചേർത്ത് പിടിക്കുക എന്നത് ഓരോ പൊതുപ്രവർത്തകന്റെയും ചുമതലയാണെന്നാണ് ഉമ്മൻചാണ്ടി സാർ നമ്മളെ പഠിപ്പിച്ചത്. ഉമ്മൻചാണ്ടി ഇരുന്ന അതേ കസേരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ ആകാനാണ് ശ്രമിക്കുന്നത്. അവസാന ആശ്രയമായി തേടിയെത്തുന്നവർക്ക് മുന്നിൽ അവരുടെ ഉമ്മൻചാണ്ടി ആകുക എന്നത് കാലം ആവശ്യപ്പെടുന്നതാണ്. ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സോഷ്യൽ മീഡിയ കുറിപ്പാണ് ഞാൻ വായിച്ചത്. ഇന്ന് മഹാനായ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളം കണ്ട ജനനായകൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി മാരിൽ ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രി, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് കൊച്ചി മെട്രോയും കണ്ണൂർ എയർപോർട്ടും വിഴിഞ്ഞം തുറമുഖവും അടങ്ങുന്ന വലിയ സ്വപ്ന ലോകത്തേക്ക് കേരളത്തെ കൈപിടിച്ച് നടത്തിയ ഉമ്മൻചാണ്ടി എന്ന മഹാമനുഷ്യൻ, ആ മനുഷ്യന്റെ 3ാം ഓർമ്മ ദിനമാണെന്ന്. ഇതുപോലെ ഒരു ദിവസം 3 വർഷങ്ങൾക്ക് മുമ്പ് ആണ് നമ്മളെ എല്ലാവരെയും സങ്കടത്തിലാക്കിക്കൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നത്. ഉമ്മൻചാണ്ടി എന്ന മഹാമനുഷ്യൻ അന്തരിച്ചിരിക്കുന്നു, വിടവാങ്ങിയിരിക്കുന്നു എന്നുള്ളത്. പിന്നീട് നമ്മൾ കണ്ടത് വല്ലാത്തൊരു കുത്തൊഴുക്കായിരുന്നു പുതുപ്പള്ളിയിലേക്ക്. കേരളത്തിന്റെ മുക്കിലും മൂലയിലും നിന്ന് ആയിരക്കണക്കിന് 10,000കണക്കിന് തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിലേക്ക് ബഹുമാന്യായ ഉമ്മൻചാണ്ടിയുടെ ജീവനറ്റ ശരീരം, ആ വിലാപയാത്ര തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിലേക്ക് എത്താൻ മണിക്കൂറുകൾ നീണ്ട പരിശ്രമം. പകലും രാത്രിയും പിന്നിട്ട് തെരുവോരങ്ങളിൽ ആബാല വൃദ്ധജനം തടിച്ചു കൂടിയിട്ട് ആ മനുഷ്യനെ അവസാനം നോക്കുന്ന കാണാൻ, ആ മനുഷ്യനോട് ഒരു സോറി പറയാൻ കേരളത്തിന്റെ ജനത വെമ്പൽ കൊണ്ട നിമിഷങ്ങള് കേട്ടവർ കണ്ണീരണിഞ്ഞു. എല്ലാവരുടെയും ഹൃദയത്തെ പിടിച്ചുലച്ചു ആ വാർത്ത. ആ മനുഷ്യനെ അത്രമാത്രം വേട്ടയാടിയതാണ് കേരളം. കേരളം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കുറച്ച് കഴുക കൂട്ടങ്ങൾ അധികാര കസേരക്ക് വേണ്ടി ആ മനുഷ്യനെ വേട്ടയാടി ആ മനുഷ്യനെ ഇല്ലാ കഥകൾ ഉണ്ടാക്കി, ആ മനുഷ്യനെ പെണ്ണുപിടിയനാക്കി, ആ മനുഷ്യനെ വളഞ്ഞിട്ട് ആക്രമിച്ചു, ആ മനുഷ്യനെ എല്ലാ രീതിയിലും അപമാനിച്ചു. എന്തിനു വേണ്ടി? ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യരെ വേട്ടയാടിയതിന്റെ പിന്നിലെ ചേതോവികാരം എന്താ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് ഉമ്മൻചാണ്ടി ഇരുന്ന ആ കസേര കണ്ടിട്ട്, ആ കസേരക്ക് വേണ്ടി, ആ കസേരയിൽ എത്താൻ വേണ്ടി. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ ആ മനുഷ്യനെ വേട്ടയാടിയതിന്റെ യഥാർത്ഥ ഉപഭോക്താവ്, ഗുണഭോക്താവ് ആരായിരുന്നു?
ആ മനുഷ്യരെ വേട്ടയാടിയതിന്റെ ഗുണഭോക്താക്കളിൽ പ്രധാനി പിണറായി വിജയനായിരുന്നു. അല്ലേ? പിണറായി വിജയനായിരുന്നു. ആ പിണറായി വിജയൻ അധികാര കസേരക്ക് വേണ്ടി, പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അധികാര കസേരക്ക് വേണ്ടി നടത്തിയ നെറികെട്ട നാണംകെട്ട ചെറ്റത്തരം അതായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ പ്രയോഗിച്ചത് എന്നുള്ളതാണ്. ആ മനുഷ്യന്റെ 3ാം ഓർമ്മ ദിനമായിരുന്നു ഇന്ന്. പ്രമുഖരായ എല്ലാവരും അവിടെ എത്തി. അതില് വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു വി ഡി സതീശൻ. അതോടൊപ്പം തൻ്റെ ശിഷ്യരെല്ലാവരും അവിടെ പാഞ്ഞെത്തി. കൂട്ടത്തിൽ രാഹുലും വന്നു. രാഹുൽ വന്നു, കണ്ടു, ചെന്നു, കണ്ടു, പ്രാർത്ഥിച്ചു. അവസാനം രാഹുല് ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്, സാറിനരികെ ആ തണലിനരികെ എന്ന്. സാറിനരികെ ആ തണലിനരികെ വെറും 2 വാക്കുകൾ മാത്രമാണ് കുറിച്ചത്. സാറിനരികെ ആ തണലിനരികെ. രാഹുൽ മാങ്കൂട്ടത്തില് അവിടെ എത്തിയിട്ടുണ്ട്. ഷാഫി പറമ്പില് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ആ മനുഷ്യനെ നമുക്ക് അങ്ങനെ ഒരു വേദനയോടെ അല്ലാതെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയുമോ? പച്ചയായ ഒരു മനുഷ്യൻ, കേരളത്തിന് വേണ്ടി ജീവിച്ച മനുഷ്യൻ, കേരളത്തിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഊണിനെ കുറിച്ച്, ഉറക്കത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലയളവിൽ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. എവിടെയാണോ എപ്പോഴാണോ ഒന്നിനും ഈ പറയുന്ന ആ മനുഷ്യന്റെ ജീവിതത്തിന് കൃത്യനിഷ്ഠ ഉണ്ടായിരുന്നു. പക്ഷേ ആ മനുഷ്യന്റേതായ കാര്യങ്ങൾക്ക് യാതൊരുവിധ കൃത്യനിഷ്ഠയും ഉണ്ടായിരുന്നില്ല. ആ മനുഷ്യന്റേതായ കാര്യങ്ങൾക്ക് ആ മനുഷ്യനൊരു കൃത്യനിഷ്ഠയും ഉണ്ടായിരുന്നില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല, ഉറക്കത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല, ഒരു കാര്യത്തിലും ബേസിക് നീഡ്സിന്റെ പൊക്കലും കാര്യത്തില് ആ മനുഷ്യന് ഒരു കൃത്യനിഷ്ഠയും ഉണ്ടായിരുന്നില്ല. ആരോടും പരാതി ഉണ്ടായിരുന്നില്ല. ഒന്നിനെ കുറിച്ചും പരാതി പറഞ്ഞിരുന്നില്ല. കണ്ടതും ആലോചിച്ചതും സംസാരിച്ചതും ചിന്തിച്ചതും എല്ലാം കേരളത്തെക്കുറിച്ച്, കേരളത്തിന്റെ പൊതുസമൂഹത്തെക്കുറിച്ച്, തൻ്റെ അടുക്കലേക്ക് എത്തുന്ന സാധാരണക്കാരായ ജനങ്ങളെ കുറിച്ച്, അവരുടെ പരാതികളെ കുറിച്ച്. എന്നിട്ട് ആ മനുഷ്യൻ വേട്ടയാടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സഖാക്കൾ, CPM-ന്റെ കഴുകന്മാര് അധികാര കസേരക്ക് വേണ്ടി മാത്രം, അധികാര കസേരയിലേക്ക് എത്താൻ വേണ്ടി മാത്രം നെറികെട്ട കളികള് ആ CPM-കാരൻ കളിച്ചതില് ഏറ്റവും അധികം വേദനിപ്പിച്ച ഒന്ന് ഈ പറയുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാമനുഷ്യനെ വേട്ടയാടിയതാണ്. കാലത്തിന് നികത്താനാകാത്ത വിടവ്. പദവികൾ വിസ്മരിക്കപ്പെടാം, പക്ഷേ ഈ നാമത്തിന് മരണമില്ല. ഒരേ ഒരു ഉമ്മൻചാണ്ടി സാർ, പകരം ഒരാളില്ല. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പില് കുറിച്ച കുറിപ്പാണ് ഞാൻ വായിച്ചത്. ആ മനുഷ്യനോട് കേരളം നീതി കാണിച്ചില്ല എന്ന് മാത്രമല്ല, ആ മനുഷ്യന്റെ അവസാന ശ്വാസവും നിലക്കേണ്ടി വന്നു കേരളത്തിന്. ആ മനുഷ്യൻ ആരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ എന്നുള്ളതാണ്. അല്ലേ? എന്തൊക്കെ രീതിയിലുള്ള വേട്ടയാടലായിരുന്നു! ആഘോഷിക്കുകയായിരുന്നു കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങള്. ആ മനുഷ്യനെ വെട്ടി വീഴ്ത്താൻ മുന്നിൽ നിന്ന് പണിയെടുത്ത ആളുകള് ആ മനുഷ്യനെതിരെ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ച് തങ്ങളുടെ റേറ്റിംഗിന് വേണ്ടി, തങ്ങളുടെ കണ്ടന്റിന് വേണ്ടി ആ മനുഷ്യനെ അങ്ങനെ വിറ്റ് തിന്നുകയായിരുന്നു കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. 3 വർഷം പിന്നിടുന്നു. പക്ഷെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ മനുഷ്യൻ ജീവനറ്റ് വീണപ്പോ കേരളത്തിന്റെ പൊതുസമൂഹം ആ മനുഷ്യന്റെ കാൽ കീഴിൽ ചെന്നുകൊണ്ട് കണ്ണീരോടുകൂടി ആ മനുഷ്യനോട് മാപ്പ് പറഞ്ഞു എന്നുള്ളതാണ്. തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ എടുക്കാൻ ആ വിലാപയാത്ര എത്തിച്ചേരാൻ എടുത്ത സമയം തന്നെ അതിൻ്റെ ഒരു വലിയ മകുടോദാഹരണമായിരുന്നു.
ആ മനുഷ്യൻ ജീവിച്ചത് ജനമനസ്സുകളിലായിരുന്നു. ഓർമ്മ ദിനം, മൂന്നാമത്തെ ഓർമ്മ ദിനം. ഇന്ന് അദ്ദേഹത്തെ സ്മരിക്കപ്പെട്ടു. പുതുപ്പള്ളിയിൽ വിവിധ പ്രമുഖ നേതാക്കൾ എല്ലാവരും അതിൽ പങ്കെടുത്തു. രാഹുലും വന്നു, ഷാഫിയും വന്നു, മുഖ്യമന്ത്രി വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, എല്ലാവരും എത്തി.